ഹലോ ഗൈസ്, അപ്പം അപ്പത്തിന് മാവ് ആട്ടുന്നത് എങ്ങനെയെന്ന് എൻ്റെ ഒരു സ്റ്റൈലിൽ നോക്കിയാലോ. അപ്പം ഞാനിത് രാവിലെ കുതിർക്കാൻ വെച്ച പച്ചരിയാണേ. ഞാൻ 2 നാഴി പച്ചരി കുതിർക്കായിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു 5-6 മണിക്കൂർ നമ്മൾ കുതിർക്കാൻ ഇടും. ഞാനിത് രാവിലെ ഒരു 10 മണി ഇല്ല ഒരു 11 മണിക്ക് പച്ചരി വെള്ളത്തിലിടും. അതൊരു ജാറിലോട്ട് മാറ്റിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം. ഇതുപോലെ നല്ല മയ്യായിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് ഇതൊരു എയർ പോവാത്ത ഒരു പാത്രത്തിലോട്ട് മാറ്റും. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒരു 4-5 മണിയാകുമ്പോൾ അരച്ചെടുക്കുക. അപ്പം നമുക്ക് ഒരു ജാറിലിട്ട് 2 കപ്പ് ചോറും 1 കപ്പ് തേങ്ങയും ചേർത്ത് 1 സ്പൂണ് പഞ്ചസാരയും ചേർത്ത്, വേണമെങ്കിൽ നമുക്ക് 1 സ്പൂണും കൂടെ ചേർക്കാം. 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നല്ലതുപോലെ നല്ല മൈ പോലെ അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ തന്നെ നല്ല പതഞ്ഞ് വരും. അപ്പോൾ ഇതുപോലെ നല്ല അരച്ച് കിട്ടും. അപ്പോൾ അതും കൂടെ നമ്മൾ അതിലോട്ട് ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇതിൽ ഇപ്പം ഉപ്പ് ചേർക്കില്ല, കാരണം ഉപ്പ് ചേർത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ അത് പെട്ടെന്ന് ചീത്തയായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യില്ല. നമ്മൾ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ആവശ്യത്തിന് മാവെടുത്തിട്ട് അതിലുപ്പ് ചേർത്തിട്ടാണ് നമ്മൾ അപ്പം ചുടുന്നത്. ബാലൻസ് അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചോളൂ. അപ്പം പിറ്റേ ദിവസം തുറന്നു നോക്കിയപ്പോൾ തന്നെ നല്ല പൊങ്ങി വന്ന് അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. എനിക്കിങ്ങനെ അരച്ചൊന്നും പരിചയമില്ല. പിന്നെ അരച്ചരച്ച് ഇങ്ങനെ എൻ്റേതായ അളവിനൊക്കെ ഇട്ട് വന്നപ്പോഴൊക്കെ കറക്റ്റായി. അത് ദോശയ്ക്കായിരുന്നാലും അപ്പത്തിനായിരുന്നാലും ഇപ്പം ഞാൻ അരച്ചെടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റായി വരുന്നുണ്ട്. അപ്പം അറിയാത്തവർ ഇതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ദോശയ്ക്കായിരുന്നാലും അപ്പത്തിനായിരുന്നാലും മാവ് മൊത്തത്തിൽ ഉപ്പ് ചേർത്തൊന്നും മിക്സ് ചെയ്തൊന്നും ഫ്രിഡ്ജിൽ വെക്കരുത്. അത് പെട്ടെന്ന് ചീത്തയാവാൻ ചാൻസ് ഉണ്ട്. ആവശ്യത്തിന് നമുക്ക് എടുത്തിട്ട് ഇതുപോലെ ഉപ്പ് ചേർത്ത് നല്ല മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അപ്പം ചുട്ടാൽ മതി. നല്ല സൂപ്പറായി വരും. അത് ദോശയ്ക്കായിരുന്നാലും അങ്ങനെ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങൾ അപ്പം ചുടുന്നത് വന്നിട്ട് അപ്പച്ചട്ടിയിലല്ല, ഞങ്ങൾ ദോശച്ചട്ടിയിലാണ് ചുടുന്നത്. അപ്പച്ചട്ടിയിൽ ചുട്ടിങ്ങനെ ചുറ്റിച്ചെടുക്കാനൊക്കെ ഒരു മടി പോലെ. അതുകൊണ്ട് നമ്മൾ ദോശച്ചട്ടിയിലാണ് ഒഴിച്ചു